ഒരു സത്യം കേൾക്കാൻ തയ്യാറാണോ? എല്ലാ വിവാഹവും ലൈഫ് ടൈം ആയിരിക്കില്ല. ചില ആളുകൾ എത്ര സിൻസിയർ ആയാലും എത്ര പ്രണയം കൊടുത്താലും അവരുടെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആവും. ഇത് അവരുടെ തെറ്റല്ല, പക്ഷെ അവരുടെ നേച്ചറാണ്. ചില തീയതികളിൽ ജനിച്ചവർക്ക് ഒരാൾ മതി എന്നത് വളരെ റെയറാണ്. അവർക്ക് പ്രണയം വേണം, പക്ഷെ ഒരേ സമയം തന്നെ അവർക്ക് സ്വാതന്ത്ര്യവും വേണം. ഈ വീഡിയോയിൽ പറയുന്ന ദിവസങ്ങൾ നിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നീ ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത് എന്തും കൊണ്ട് ഈ തീയതിയിൽ ജനിച്ചവർക്ക് റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവില്ല എന്നതും, അതായത് അവരുടെ പ്രണയം നിലനിൽക്കില്ല എന്നതും, അവരുടെ ഹിഡൻ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും, രണ്ടാം വിവാഹം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും. ഇത് മനസ്സിലായാൽ നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനും പറ്റും. 5, 14, 23 തീയതികളിൽ ജനിച്ചവർ ഇവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്നറിയോ? ഫ്രീഡം ആണ്, അതായത് സ്വാതന്ത്ര്യം. പക്ഷെ ഒരേ സമയം അത് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സുമാണ്. കാരണം ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഒരിടത്ത് നിൽക്കാൻ ഇഷ്ടമല്ല. പുതിയ അനുഭവങ്ങൾ തേടി പോവുകയും ചെയ്യും, പുതിയ ആൾക്കാരെ തേടി പോവുകയും ചെയ്യും. എക്സൈറ്റ്മെന്റ് ഇവർക്ക് ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ പാർട്ട്ണറോട് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. എന്തും കൊണ്ടാണ് ഇവരുടെ ബന്ധം തകരുന്നത്? ആദ്യ വിവാഹത്തിൽ ഇവർ മുഴുവൻ സ്നേഹവും നൽകും, പാർട്ട്ണറെ ഇംപ്രസ് ചെയ്യും, കെയർ ചെയ്യും, അറ്റൻഷനും കൊടുക്കും. പക്ഷെ കുറച്ച് മാസം കഴിഞ്ഞാൽ ഇതേ വ്യക്തി തന്നെ ബോറായി തോന്നും. നിങ്ങൾക്ക് റൊട്ടീന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഡിസ്കണക്റ്റ് ആവും. നിങ്ങളുടെ രണ്ടാം വിവാഹം നടക്കാൻ കാരണം നിങ്ങൾ വീണ്ടും എക്സൈറ്റ്മെന്റ് നോക്കും, പുതിയ ആളിൽ പുതിയ ത്രില്ല്. അതുകൊണ്ടാണ് രണ്ടാം വിവാഹം സംഭവിക്കുന്നത്. രണ്ടാം വിവാഹത്തിന് ശേഷം ആദ്യത്തെ വിവാഹത്തിൽ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് പാർട്ട്ണറിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ടാവും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ബോറടിക്കും, വിശ്വാസക്കുറവ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അടുത്തത് 6, 15, 24 തീയതികളിൽ നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ പ്രണയത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ സ്വഭാവം വളരെ റൊമാൻറ്റിക് ആണ്. ഇമോഷണലി അറ്റാച്ച്മെന്റ് വളരെ കൂടുതലാണ്. പാർട്ട്ണറെ ഒരുപാട് വാല്യൂ നിങ്ങൾ കൊടുക്കും, വളരെ കെയർ കൊടുക്കും, പൊസസീവ്നെസ്സും കൂടുതലായിരിക്കും. നിങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ പ്രണയമല്ല, എക്സ്പെക്റ്റേഷനാണ്. നിങ്ങൾ പാർട്ട്ണറിൻ്റെ നിന്ന് പെർഫെക്റ്റ് പ്രണയം പ്രതീക്ഷിക്കും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ട് ആവും. അതുകൊണ്ട് നിങ്ങൾ ഡൈവേഴ്സ് ആവും. അതിനുശേഷം തെറ്റായിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ അടുക്കുകയും ചെയ്യും. അവർ നിങ്ങളെ ഒഴിവാക്കിയാലും നിങ്ങൾക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അവസാനം റിലേഷൻഷിപ്പ് നല്ല ടോക്സിക് ആവും. അതുകൊണ്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള വ്യക്തികളായിട്ട് അറ്റാച്ച് ആവും. അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്താലും നിങ്ങൾക്ക് വിടാൻ പറ്റില്ല. അവസാനം ആ റിലേഷൻഷിപ്പ് ടോക്സിക് ആവും, ഫ്ലോപ്പ് ആവും. അപ്പോൾ രണ്ടാം വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥ പ്രണയം എന്ന് മനസ്സിലാവും. ഇമോഷണൽ ബാലൻസ് എന്തായാലും വരും. പക്ഷെ ഇതിലൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. സെക്യൂർഡ് ആയിരിക്കില്ല നിങ്ങളുടെ രണ്ടാമത്തെ വിവാഹം. വീണ്ടും ഹേർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും ചതിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് 7, 16, 25 ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലും സൈലന്റ് ഡിസ്ട്രോയർ ആണ്. എല്ലാം ഒന്നും അറിയാണ്ട് തകർന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ഇൻട്രോവേർട്ടാണ്. വളരെ ആഴത്തിൽ ചിന്തിച്ചും കൊണ്ടേയിരിക്കും. ഇമോഷൻസ് ഒന്നും നിങ്ങൾ മുഖത്ത് കാണിക്കില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ പുറത്ത് പറയില്ല. പാർട്ട്ണർ ഗസ് ചെയ്യണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് വളരെ സ്ലോലി അതൊരു ഡിസ്റ്റൻസിലേക്ക് തന്നെ വരും. നിങ്ങളുടെ രണ്ടാമത്തെ വിവാഹം നടക്കാൻ കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണർ നിങ്ങളെ മനസ്സിലാക്കില്ല. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും. അവസാനം നിങ്ങൾ വേർപിരിയുകയും ചെയ്യും. രണ്ടാം വിവാഹത്തിന് ശേഷം നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സെൽഫ് അവയർനെസ് വരും, അത് മാറ്റാൻ നോക്കും, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവും. പക്ഷെ ദോഷം എന്താ വെച്ചാൽ ഒരു ഇമോഷണൽ ഗ്യാപ്പ് വീണ്ടും ഉണ്ടാവും. ഒറ്റപ്പെട്ട ഒരവസ്ഥ നിങ്ങൾക്ക് അപ്പോഴും തോന്നാൻ സാധ്യതയുണ്ട്. അടുത്തത് 9, 18, 27 തീയതികളിൽ ജനിച്ചത് നിങ്ങൾക്ക് പ്രണയം ഒരു കളിയല്ല, ഒരു യുദ്ധമാണ്. കാരണം നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആണ്, പൊസസീവ് ആണ്, വളരെ പാഷനേറ്റ് ആണ്. എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊരു മൈൻഡ് സെറ്റാണ്. നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ മുഴുവനായിട്ടും കൊടുക്കും, അതേപോലെ തന്നെ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യവും വരും, ഫ്രസ്ട്രേഷനും വരും. രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ ആലോചിക്കാൻ കാരണം നിങ്ങൾ ഡൈവേഴ്സ് ആവാൻ ചിലപ്പോൾ കാരണം ഡിസപ്പോയിൻമെൻറ്റ് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും അത് ഫ്ലോപ്പ് ആയിട്ട് തന്നെ പോവും. രണ്ടാമത്തെ വിവാഹം കഴിക്കുമ്പോൾ അതിൽ ഗുണം എന്താ വെച്ചാൽ ഈ ഇമോഷണലി നിങ്ങൾ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതിലൊരു ഡെപ്ത് നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ദോഷം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ദേഷ്യത്തിൻ്റെ പ്രോബ്ലം വീണ്ടും വരും. പഴയതെല്ലാം
ഓർത്തുകൊണ്ടിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് 11-ാം തീയതി 29-ാം തീയതി. നിങ്ങൾ ശരിക്കും സ്വപ്ന ജീവികളാണ്, വളരെ ഐഡിയലിസ്റ്റിക് ആണ്, വളരെ ഭക്തി കൂടുതലാണ്, ഫാന്റസി വേൾഡാണ്. നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അവളെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങളുടെ ഫാന്റസിയിലുള്ള പ്രണയം ഇങ്ങനെയല്ല. അതുകൊണ്ട് രണ്ടാമത്തെ കല്യാണം കഴിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അവർ വീണ്ടും വേറെ ഒരു പാർട്ട്ണറെ നിങ്ങൾ തപ്പിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കല്യാണത്തിന് ശേഷം നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോഴും ഡിസാറ്റിസ്ഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ജനന തീയതി ഇതിലുണ്ടെങ്കിൽ നീ ഭാഗ്യമില്ലാത്തവനല്ല എന്നല്ല, പക്ഷെ നീ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ പ്രണയം തേടിയും കൊണ്ടേയിരിക്കണം. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് നശിപ്പിക്കുകയാണ് ചെയ്യണത്. രണ്ടാം വിവാഹം ഒരു തോൽവിയല്ല, അതൊരു പാഠമാണ്. നീ പഠിച്ചാൽ നിന്റെ അടുത്ത റിലേഷൻഷിപ്പ് അവസാനത്തേതായിരിക്കാം.